ഇന്നെനിക്ക് ആക്ച്വലി ഭയങ്കര കുറ്റബോധം തോന്നിയൊരു ദിവസമാണ് കേട്ടോ. ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുവാണ്. ലൈക്ക് ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. എന്താണെന്നറിയില്ല, ഇടയ്ക്ക് എനിക്ക് അങ്ങനെ വരും. ഭയങ്കര പിസ്റ്റ് ഓഫ് കൈൻഡ് ഡേ ആയിരിക്കും. പിന്നെ അധികം മിണ്ടലും പറച്ചിലൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കും. പക്ഷെ പിന്നെ എന്തുണ്ടായെന്നറിയോ, വൈകിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ പീക്കാച്ചി ചേട്ടൻ്റെ മോൾ ഒരു മെസ്സേജ് ഇട്ടു, ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ ലതു എന്ന് പറഞ്ഞിട്ട്. അതായത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ മറന്നുപോയി. നമ്മളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ശരിക്കും നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല, ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇന്ന് തെരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. കാരണം അമ്മയുടെ അത്രയും സ്പെഷ്യൽ ഡേയിൽ ഞാനിങ്ങനെ ഭയങ്കര ഡൗൺ ആയിരുന്നു. അമ്മ ചിലപ്പോൾ ഉള്ളിൽ ബർത്ത്ഡേ എന്ന് അമ്മയ്ക്ക് അറിയുണ്ടാവും, നമ്മളോട് പറയത്തില്ല. അതങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പണ്ട് തൊട്ടേ പേടിയാണ് സെലിബ്രേഷനൊക്കെ. ഇപ്പൊ സമയം ഇവിടെ എത്രയെന്നറിയോ, 11:36 നൈറ്റ്. അഭിമാമൻ പെട്ടെന്ന് പോയി ഒരു കേക്ക് മേടിച്ചിട്ട് വന്നു. ഞങ്ങളിവിടെ ഒരു വാളിങ്ങനെ തട്ടിക്കൂട്ടി സെറ്റ് ചെയ്തു, ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ സർപ്രൈസ്ഡ് ആവത്തൊന്നുമില്ല. അങ്ങനെ വൻ സർപ്രൈസ്ഡ് എക്സ്പ്രഷനും കിട്ടത്തില്ല. ഫസ്റ്റ് തിങ് സെലിബ്രേഷൻ ഇഷ്ടമല്ല. സെക്കൻഡ് തിങ് ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും ഭയങ്കര ഹാപ്പി ആവുന്ന ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ എത്ര ട്രൈ ചെയ്താലും അമ്മയും അച്ഛനും സന്തോഷിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഐ ഫീൽ വെരി ബാഡ്. ഞാൻ അറിഞ്ഞില്ല, എന്താവെന്ന് അറിയില്ല. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ടീം അങ്ങെത്തും. ലെറ്റ്സ് സീ. സർപ്രൈസ് ആവുന്നത് പോട്ടെ, നിനക്ക് വട്ടുണ്ടോയെന്നാണ് അമ്മ ചോദിക്കുന്നത്. ദാറ്റ്സ് മൈ സ്വീറ്റ് മമ്മി. ശരിക്കും സർപ്രൈസ് എന്തായിരുന്നെന്നറിയോ, കേക്കിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അച്ഛൻ വിചാരിച്ചു അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അമ്മ വിചാരിച്ചു അമ്മയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷൻസ് എൻജാക്ക് പോകാം. ഇപ്പം നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് പണ്ട് തൊട്ടേ ഇല്ല കേട്ടോ. മെയിൻലി അച്ഛൻ്റെ അമ്മയുടെയും. ഇതേവരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്തൊരു ഓർമ്മ എനിക്ക് തീരില്ല. അമ്മയ്ക്ക് എന്തോ ഭയങ്കര പേടി പോലെയാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അമ്മ മിണ്ടാതിരിക്കും. അങ്ങനെ പോകെ പോകെ ഞങ്ങളും ആ ഡേറ്റ്സ് മറന്നു. അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ 2 പേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റ്സ് മേടിച്ചായിരുന്നു കേട്ടോ. സോ പിന്നെ അങ്ങോട്ട് ഫുൾ സൈക്കിൾ ഓടിക്കൽ നീക്കങ്ങളായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഉമ്മ കൊടുക്കലൊക്കെ ആയപ്പോൾ സംഭവം നല്ല കളർഫുൾ ആയി. പിന്നെ മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ അബേനെയും ചേട്ടത്തിമാരെയും കുറെ മിസ് ചെയ്തായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞതും എല്ലാ ഗിഫ്റ്റിന്റെ 26 ചെയ്യുന്ന ഇവിടെ ഒരാള്. പിന്നെ എല്ലാ മക്കളുടെയും ശ്രദ്ധയ്ക്ക് പേരൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ റിമൈൻഡർ ഇട്ട് വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഡേറ്റ് മറന്നു പോകും. ഞാൻ അറിഞ്ഞില്ല ഇന്ന് 17th ആണ്. പിന്നെ എന്നെ പോലെ ഇങ്ങനെ കുറ്റബോധം അടിച്ച് തന്താനേനാനെ പാടി നടക്കേണ്ടി വരും.